ഒരിക്കലും അജ്മലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാനത്. അത് നീ അവനെ ഒന്നെങ്കിലും ഒരു കാലത്ത് മനസ്സിലാവട്ടെ. അജ്മലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല അത്. നമുക്ക് ചില സമയത്ത് ബ്ലാങ്ക് ആയിപ്പോ ലൈഫ് മൊത്തം. നമുക്ക് ഭാര്യ ഉണ്ടാവില്ല, ഉമ്മയൊപ്പം ഉണ്ടാവില്ല, കുട്ടികൾ, അങ്ങനത്തെ നമ്മൾ വേറൊരു നമുക്ക് എങ്ങനെ ഇത് റിക്കവർ ചെയ്യാം, എങ്ങനെ ഇതിലേക്ക് ഇതിൽ നിന്ന് കരകയറി വരാമെന്നുള്ള ഇതിലേക്കായിരിക്കും നമ്മുടെ ചിന്ത മൊത്തം. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരം വരുന്ന കുറേ ചോദ്യങ്ങളാണ്. എന്താണ് കാസർഗോഡ് നിൽക്കാത്തത്, എന്താണ് അവിടെ പോകാത്തത്, അഫീനെ അവിടെയും ചേർക്കാലും ഈ ഗൾഫ് നിർത്തിയിട്ടും രണ്ടായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട്, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു, പിന്നെ ഞാൻ തന്നെ മടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ, അതായത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എന്തായാലും ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കി കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം പ്രോപ്പറായിട്ട് നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയാം. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ്, നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർക്ക് പലപ്പോഴായിട്ട് സംഭവിക്കുന്നത്, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. പലർക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് ഇതുവരെ ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ അത് വേണ്ട, നമ്മള് വിചാരിച്ചാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കൂട്ടുകാരനെ മീറ്റ് ചെയ്തു. കൂട്ടുകാരൻ ഡെയിലി വിളിക്കുന്ന ആളൊന്നുമല്ല, അല്ലാതെ കൂട്ടുകാരൻ. അപ്പൊ അങ്ങനെ അവനെ മീറ്റ് ചെയ്തിട്ട് അവന്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞു, എടാ ഇന്ന പോലെ ഒരു ഇത് പറ്റിപ്പോയി, അങ്ങനെ ഇച്ചിരി കുടുങ്ങലുള്ള എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്, എന്നോട് പറയലുണ്ട്, വീഡിയോസ് യൂട്യൂബ് ചാനലിലെ വീഡിയോസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞടാ, ഇന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒരിക്കലും നീ ഒന്നോട് സൂചിപ്പിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ കാര്യത്തിൽ എൻ്റെയും അവൻ്റെ ഏകദേശം സെയിം സംഭവമാണ് വന്നു പെട്ടത്. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇങ്ങനൊരു കാര്യം വീഡിയോയിലൂടെയോ നിങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും ഉപകാരമായേനെ, അല്ലെങ്കിൽ വേറൊരാൾക്കും കൂടെ ഒരു ഉപകാരമായേനടാ എന്ന് സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ ആശാനോട് പറഞ്ഞത്, നമുക്കത് ചെയ്തേക്കാം. നമ്മൾ വിഡ്ഢിത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നതിനെക്കാട്ടും നല്ലത് ആ വിഡ്ഢിത്തരം ഇനി വേറൊരാൾക്കും കൂടെ പറ്റാതിരിക്കുക. എത്രയോ ആൾക്കാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, സിനിമയിലൂടെ ആണെങ്കിലും ജീവിതത്തിലൂടെ ആണെങ്കിലും മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തന്ന് വരച്ചു തന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ട് നമ്മൾ കുട്ടികളെ പോലെ വീഴുന്നതാണ്, കാലം തൊട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ചീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റേ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. ഇത് 2022 ഈ ഒരു സംഭവത്തിന്റെ തുടക്കം. 2022 ആഷ്നയും അഫീം ദുബായിലേക്ക് വന്നു. കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രൊമോഷൻ വർക്കൊക്കെ ആഷ്ന ചെയ്യാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പ്ലാനിങ് വരുന്നത്. അപ്പോൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, എനിക്ക് 6-7 വർഷമായിട്ട് നന്നായിട്ട് അറിയുന്ന ഒരു സുഹൃത്ത്, വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത്, നന്നായിട്ട് അറിയാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിയ ആൾക്കാരാണ്. വ്യക്തിനെ നന്നായിട്ട് അറിയാം. ആള് ഈ ക്യാരംസ് കളിക്കുമ്പോഴും ചെസ് കളിക്കുമ്പോഴും അങ്ങനെയുള്ള ഗെയിംസിൽ കുറച്ച് ഫയർ ഉണ്ട്. പിന്നെ ആൾക്ക് വെട്ടി തുറന്ന് ഓപ്പണായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയും. അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ഉള്ളൂ. ഞാൻ അതിനു മുമ്പ് ഒരുപാട് തവണ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ആൾ പക്കയായിരുന്നു, ക്ലിയർ ആയിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കുടുംബത്തെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവനെ കൊണ്ട് കിട്ടുന്ന ശമ്പളത്തിൽ കെയർ ചെയ്ത് പോകുന്ന, ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന, കസ്റ്റമറെ നന്നായിട്ട് പരിഗണിക്കുന്ന, കസ്റ്റമറെ കിങ് ആയിട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്. കസ്റ്റമർ ഏത് ആവശ്യത്തിൽ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവൻ റഫ് പറയില്ല. ഞാൻ ഈ 2022-2023 കാലഘട്ടത്തിൽ അത്യാവശ്യം നാട്ടിൽ കണ്ടമാനം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് തിരിയുന്നത്, ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്കും സ്വന്തമായിട്ടൊരു കമ്പനി എന്ന രീതിയിലേക്ക്. അവൻ്റെ കയ്യിൽ ഒരുപാട് ആ കസ്റ്റമർ വെച്ച് അവൻ സ്വന്തമായിട്ട് അപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റൂടാ. അപ്പം നീ എന്നെ പോലെ സ്ട്രഗിൾ ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു കുറച്ചെങ്കിലും പടികൾ മുന്നോട്ട് കയറി എടുത്തനല്ലേ, അപ്പോൾ നീ എൻ്റെ കൂടെ കൂടിക്കോ, ഫണ്ട് തന്ന് സഹായിച്ചാൽ മതി, കസ്റ്റമറൊക്കെ ഞാൻ ഇതാക്കിക്കോളാം എന്ന് പറയുകയും പിന്നെ അതോടൊപ്പം ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. എന്നെ എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്നോട് വേണ്ടാന്ന് പറഞ്ഞ ആ കക്ഷിനെ വിശ്വാസമില്ലായ്മ കൊണ്ടല്ല, എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും മേ ബി ഇവര്. പിന്നെ ഒരു വിചിത്രമായ കാര്യമായിരുന്നു അവനൊന്ന് ആവശ്യപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഫിനാൻഷ്യലി അതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട്
പിന്നെ ഫ്രീ മൈൻഡോട് കൂടി ബിസിനസ്സിലേക്ക് ഇരിക്കണം, എന്നാലാണ് എനിക്കത് മൊത്തം ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു 2-3 പേർക്ക് ജോലി കിട്ടും. അഷ്ന ഉൾപ്പെടെയുള്ള 2-3 പേർക്ക് ജോലി കിട്ടും. അവൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കും 2-3 പേർക്ക് ജോലി കിട്ടും. മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് നിലവിൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് പൂജ്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത്. നമ്മളൊരു ബിസിനസ് പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നതും പിന്നെ അത്യാവശ്യം റണ്ണിങ് ഉള്ളതിനെ നമ്മളൊരു ഒരു ഓഫീസിലേക്ക് മാറ്റി അത് അതിൻ്റെതായ രീതിയിൽ ചെയ്തു വരുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും കസ്റ്റമർ പ്ലസ്സേ വരുള്ളൂ, മൈനസ് വരില്ലല്ലോ. ആ ഒരു ചിന്താഗതിയിലൊക്കെ ഞാൻ ഇവരെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ആ ബിസിനസ് തുടങ്ങേണ്ടതിൻ്റെ 4 ഇരട്ടിയോളം എമൗണ്ട് ഞാൻ കൊടുത്തു. പല വഴിക്കായിട്ടും നമ്മുടെ വണ്ടിയൊക്കെ വിറ്റതായില്ലാന്ന് പലരും ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ വിറ്റും പല രീതിയിലും ഞാൻ ആ പൈസ നല്ലൊരു എമൗണ്ട് അവരുടെ കയ്യിലേക്ക് എത്തിച്ച് ഇതായി. പക്ഷെ എന്താ പറയാൻ പറ്റുക, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഏകദേശം ക്ലിയർ ചെയ്തു. പിന്നെ ഇതിനു മുമ്പ് സ്റ്റാർട്ടിങ് എടുത്താണ് 25,000 ദിറംസ് ദുബായിൽ 25,000 ദിറംസ് കൊടുത്തിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ എടുത്താണ്. പക്ഷെ അതിന്റെ അടുത്ത പ്രോസസ്സിങ്ങിന് വേണ്ട ചെക്ക് ഡിപ്പോസിറ്റ് വേണമായിരുന്നു. അങ്ങനെ അത് ഒരു മാസം കൊണ്ട് ശരിയാക്കാൻ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റണ്ണിങ് അങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇതില്ല, ആള് പിന്നെ ഞാൻ കാണുന്ന റൂമിലല്ല ഉള്ളത്, ഞാൻ പോകുമ്പോൾ അവിടെ ഇല്ല. അപ്പോൾ പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്താണല്ലോ, എന്താ ആവശ്യം എന്ന് ചോദിച്ചു. പിന്നെ വിളിക്കുമ്പോൾ സംസാര രീതി മാറി. എനിക്ക് ഇതുവരെ കണ്ട ഒരാളല്ല എൻ്റെ ഫോണിലൂടെ സംസാരിക്കുന്നു. ഫോൺ എടുക്കില്ല ആള്, നേരിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, വാട്സപ്പിലൂടെ മെസ്സേജാണ് വരിക. മെസ്സേജ് അയക്കുമ്പോൾ നമുക്കിപ്പോൾ മെസ്സേജിൻ്റെ സ്വഭാവം വോയിസ് മെസ്സേജ് നമുക്ക് അവർ പറയുന്നതൊക്കെ കേട്ടിട്ടല്ലേ നമുക്ക് മറുപടി പറയാൻ പറ്റും. മറ്റേത് നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പറയാമല്ലോ. അങ്ങനെ വോയിസിലൂടെ പിന്നെ ഭയങ്കരമായിട്ട് ആള് ഫയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ പോയത് തന്നെയാണ്, ഇതിലിനി പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നൊരു മനസ്സിലായി. ഒന്നും കക്ഷി പൈസ തരില്ല എന്നും പറഞ്ഞിട്ടില്ല, നിന്നോട് മേടിച്ച പൈസ 1 രൂപ പോലും ഷോർട്ടില്ലാതെ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരുമെന്ന് പ്രതീക്ഷയിലിരിക്കാം. ഇപ്പം ഇത് ഞാൻ പറയാനുള്ള കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്, അല്ല പറഞ്ഞത് ഫേക്കായിട്ടൊരു കാര്യം വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. ഞാനിത് നിങ്ങളോട് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 7-8 വർഷം എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ 6-7 വർഷമായിട്ട് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്, വേറെ ജില്ലക്കാരനാണ്, നമ്മുടെ ജില്ലയൊന്നുമല്ല, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങളും നാളെ നിങ്ങളുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഫാദറോ ആരെങ്കിലൊക്കെ ഇനിയും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻ്റെ പേരിലോ അവൻ്റെ പേരിലോ ആണ് കമ്പനി ലൈസൻസ് എടുത്തത്, അത് റിന്യൂവൽ ചെയ്യാണ്ടൊക്കെ ഉണ്ടായി, ഇപ്പോഴും റിന്യൂ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ ഒന്ന് കയറി പോവുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ പെട്ടെന്നൊരു ഡൗൺ വന്നത്. നമുക്ക് ചിലതൊന്നും കരകയറാൻ വലിയ ഹ്യൂജ് എമൗണ്ട് ആകുമ്പോൾ നമുക്ക് അങ്ങനെ കരകയറി വരാൻ പറ്റണമെന്നില്ല. പണ്ടത്തരം കാണിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും നമ്മൾ കാര്യമില്ല. നമ്മുടെ സമയദോഷം എന്ന് പറയാം എന്നല്ലാതെ, ചിലപ്പോൾ അവനും ചിലപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുണ്ടാവായിരിക്കാം, എന്നാലും അവനെ കുറിച്ചൊരു മാന്യമായിട്ട് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ മനസ്സിലാക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവം വന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ലൈഫിനെ നല്ലോണം ബാധിച്ചു. അതാണ് അശ്ന നേരത്തെ പറഞ്ഞത്, ഇതിനെ കണക്ട് ചെയ്തിട്ട് അത് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാതെ, അപ്പോൾ ഒരുമിച്ച് നിൽക്കാത്തതുകൊണ്ട് ഇത് പ്രശ്നം തീരുമെന്നല്ല, നമുക്ക് ചില സമയത്ത് ബ്ലാങ്ക് ആയിപ്പോ ലൈഫ് മൊത്തം. നമുക്ക് ഭാര്യ ഉണ്ടാവില്ല, ഉമ്മയൊപ്പം ഉണ്ടാവില്ല, കുട്ടികൾ, അങ്ങനത്തെ നമ്മൾ നമുക്ക് എങ്ങനെ ഇത് റിക്കവർ ചെയ്യാം, എങ്ങനെ ഇതിൽ നിന്ന് കരകയറി വരാമെന്നുള്ള ഇതിലേക്കായിരിക്കും നമ്മുടെ ചിന്ത മൊത്തം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിലോ വീട്ടിലും നീ പറഞ്ഞില്ല, വീട്ടിലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. അനിയൻ അജ്മീർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ അതാണ് എമൗണ്ടും പറയാത്ത, എന്താ മേഖല എന്ന് ഞാൻ പറയാത്ത പോട്ടെ. അപ്പൊ അവർക്കും അറിയാം ഇന്ന ആളായിരിക്കും, വെറുതെ അവർക്ക് ഇത് പറഞ്ഞിട്ട് വെറുതെ ഒരു ടെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് തുടക്കത്തിൽ തന്നെ ഇത് പറയുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഇത് വേണോ എന്ന് വെച്ചാൽ ഞാനത് എതിർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 2-3 പേരുണ്ടാവും, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ടാവും, അവരൊരു ഈക്വൽ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു രീതിയാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് തീർക്കുന്നു,
അതെനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ല സത്യത്തിൽ. അത് ജെന്യൂൻ പക്ഷെ എനിക്ക് ആയിട്ടാണ് തോന്നുന്നു ഞാൻ അതെ ഇക്കത് ജെന്യൂൻ ആയിട്ട്, കാരണം ഒരു ബിസിനസ് ഇത്രയും വലിയൊരു ഇത് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ നമ്മള് ഈ അല്ലറ ചില്ലറ ഇടപാടുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഫോൺ കോൾസ് ഒക്കെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമല്ലോ. അവരുടെ മെന്റൽ അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തേട്ടോ. അതെ അതെ ഇക്ക ചിന്തിച്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആവട്ടെ, അപ്പൊ പിന്നെ അത്രയും കൂടി നമ്മുടെ ബിസിനസിന് അത് ഗുണം ചെയ്യുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇക്ക അതിനെ കണ്ടത്. ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് ഒരു മാസം എന്താ കക്ഷി എന്നോട് പറഞ്ഞ സമയം തോന്നുന്നു. ആ മൊത്തം എമൗണ്ടിന് ഞാൻ എന്തോ 2 മാസം 3 മാസം എന്തോ സാവകാശം ചോദിച്ചു. അത് മൊത്തം കിട്ടിക്കഴിയുമ്പോ 1 മാസം എന്താ പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നിട്ട് ആ 1 മാസത്തിന് പറഞ്ഞ് ഞാൻ അവനോട് പറഞ്ഞു, നീ ഇനി 1 മാസം വെച്ച് ഓടിപ്പടിച്ച് കാര്യങ്ങൾ ചെയ്യണ്ട, നീ ഒന്ന് മൈൻഡ് സെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ 3-4 മാസം കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ എൻക്വയറി ചെയ്യുന്നേടാ എന്തായി എന്തായി എന്തായി. ഫ്രണ്ട്സും പറഞ്ഞായിരുന്നല്ലോ വേണം. എത്രയോ ഫ്രണ്ട്സ് പറഞ്ഞു. നല്ല അന്നുള്ളവർ തന്നെയല്ലേ എന്ന്. എനിക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് അറിയാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ദുബായും ഞാനും ആയിട്ട് ബന്ധമുള്ള എൻ്റെ എല്ലാ ഏകദേശം സുഹൃത്തുക്കൾക്ക് ഒരു 5-6 പേർക്ക് കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയാം. പിന്നെ അതിന്റെ ഇപ്പോഴും ഉണ്ടോ ഫോട്ടോസ്, മറ്റേ അവിടെ പോയി പൈസ കൊടുക്കുന്നതിന് അയച്ചു തന്നിട്ട് ഒപ്പിടുന്നതും സൈൻ ചെയ്യുന്നതും എല്ലാം ഉണ്ടല്ലോ, വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. അവരും വന്നിരുന്നല്ലോ അന്ന്. എൻ്റെ കൂടെയുള്ള ചങ്കാരി നടക്കുന്ന ആൾക്കാരും അന്ന് അവിടെ വന്നു. അത് അക്ഷിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അവരില്ലാതെ പറ്റില്ലടാ, അവർ വേണം, ഞാനൊരു വേറെയിലേക്ക് കടക്കുന്നതല്ലേ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അവരെ കൂട്ടിയതാണ്. അതുകൊണ്ട് അവർക്കെല്ലാം സത്യം അറിയാം. ഇത്രയും എമൗണ്ടിന്റെ കാര്യവും ഈ സംഭവിച്ചതൊക്കെ എന്താണെന്നുള്ള സത്യം അവർക്കും അറിയാലോ. എന്നോട് ഇവക്കും അറിയാം, കുറച്ച് പേർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾ പറയാനുണ്ടായ കാരണം ഇതാണ്. എന്താ പറയാ, ഞങ്ങൾ ഈ ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെയും ഇതെല്ലാം ഒരു പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ റീസണിൽ പെട്ടത്. എനിക്കൊരിക്കലും ആ എമൗണ്ടിന് ഒരിക്കലും തിരിച്ചു പിടിക്കാനോ അല്ലാതെ വേറെ ഒന്നും നമുക്കിനി ഒരിക്കലും നടക്കില്ല. അത് ഞാൻ സാധാരണ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ആളാണ് കാര്യത്തിന്. ശരി, ഇപ്പം നമ്മൾ അത്രയും നമുക്കിത് വേറെ പുതിയൊരാൾ വന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോയാൽ പോട്ടെ വലിയ നോക്കും. അറിയുന്ന ആളാകുമ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് കിട്ടൂലടാ. ഇത് പലപ്പോഴും ഇത് പറയുമ്പോ ഇക്കാനോട് പറയുന്നത് ഇല്ല അവൻ തരും. അതന്നെ ഞാൻ ഇന്നും ഇപ്പോഴും അത് പറയും, അവൻ തരും. എനിക്ക് ഇന്നും അവനുള്ള വിശ്വാസം പോയിട്ടില്ല. കാരണം അവന് അതിന് മുമ്പ് തന്നെ 1 രൂപ പോലും തോപ്പിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. അവൻ ആരെയും അങ്ങനെ പറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവന് വന്നാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളിലോ ഒക്കെ പെട്ടിട്ടുണ്ടോ. പക്ഷെ അവന് ഷെയർ ചെയ്താൽ മതിയായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് നോർമലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. എന്നെ എന്നോട് നമ്മൾ ഇത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിളിക്കൂലേ, എൻക്വയറി ചെയ്യൂല, എന്താ ഇടാ അപ്പോഴേക്കാവും, എന്നത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആള് വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്നെ ഇപ്പോൾ വാട്സപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ആളുടെ വീട് എനിക്ക് നന്നായിട്ട് അറിയാം, ആളുടെ റിലേറ്റീവ്സിനെ അറിയാം. അതിലൊന്നും കഥയില്ല. നമ്മൾ വെറുതെ പോയി ഒച്ചപ്പാടുണ്ടാക്കാന്നല്ലാതെ അതിലൊന്നും കാര്യമില്ല. വെറുതെ വീട്ടുകാരെയും കൂടി ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിച്ച് കാര്യമില്ല. അത് പക്ഷെ പോട്ടെ. അതിപ്പോ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ അത് അടുത്ത സുഹൃത്തുക്കൾക്കും കാര്യങ്ങളൊക്കെ ഞാൻ ആരെ ഉദ്ദേശിച്ചെന്നും എന്താ ഉദ്ദേശിച്ചെന്നൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ പോട്ടെ, എന്തെങ്കിലും കാലത്ത് തിരിച്ചു തരട്ടെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഇപ്പോഴും എനിക്കൊന്നും ഇനി ജീവിതത്തിന് അത് ഇന്ന് കരകയറാൻ പറ്റൂല. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ഒരു 10 രൂപ കയ്യിലേക്ക് വരുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ട 100 രൂപയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ 1000ങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. ഞാൻ അങ്ങനെ അല്ലായിരുന്നല്ലോ. നമ്മൾ 1 നിന്ന് 10ലേക്ക് 10 നിന്ന് 100ലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇത്രയും പൈസയിൽ നിന്ന് താഴോട്ട് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഞാൻ ദുബായിൽ നിന്ന് എന്നോട് ഒരു ദിവസം ഇതേപോലെ ഇത് ചിന്തിച്ച് ഇതങ്ങനെ ഭയങ്കര നെഞ്ചിടിപ്പ് കൂടിയിട്ട്, ഇത്രയും വലിയ എമൗണ്ട് അല്ലേ, നെഞ്ചെടുപ്പ് കൂടിയിട്ട് ഞാൻ വേറൊരു കൂട്ടുകാരനെ അങ്ങനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അജ്മലെ നീ അനങ്ങാണ്ട് വല്ല അറ്റാക്കും വരും, നീ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട പറഞ്ഞു. അവൻ പറഞ്ഞു നീ ചിന്തിക്കേ വേണ്ട, ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവിക്കണം പോലും തോന്നൂല. അതുകൊണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ വരെ മുഖവും വീട്ടുകാരുടെ മുഖമൊക്കെ ഓർത്ത് പൈസ അല്ലേ പോട്ടെ, അല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക എനിക്ക്. പിന്നെ ഇവളും ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് പ്രഷർ ചെയ്യിക്കലോ അതിനെ കുറിച്ചിട്ട് സംസാരിക്കലോ പോലും ഇല്ലല്ലോ നമ്മള്. കാരണം കാര്യമില്ലാന്നറിയാം. പിന്നെ വെറുതെ നമ്മളും കൂടെ പ്രഷർ കൊടുക്കുമ്പോ അത് പ്രശ്നത്തിലേക്ക് പോവുള്ളൂ. ഇതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ അവരാരും അതിന് മുൻകൈ എടുക്കുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അവര് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം ആ കക്ഷി ആയിട്ട് എല്ലാ റിലേഷൻ കൊണ്ടായിരിക്കും, എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും എനിക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, വിശ്വസിച്ചതിന്റെ പേരിലാണ് അത്രയും വിശ്വാസം. തീർച്ചയായിട്ടും അവന് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ
എനിക്ക് അവനോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ. കാരണം എനിക്ക് ഇന്നും നിന്നെ വിശ്വാസക്കേടൊന്നുമില്ല, അതിന്റെ ഒരു ഈ ഒരു പ്രശ്നം പക്ഷെ ഞാൻ ഇത്രയും ചിന്തിച്ചാൽ നമ്മുടെ അടുത്ത് ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാറില്ല. വെറുതെ അങ്ങനെ ഒരു കേസ് നമ്മൾ തമ്മിൽ അത് എടുത്തിടാറില്ല. പക്ഷെ എടുത്തിട്ടാൽ പോലും ഇപ്പോഴും ഇക്ക പറയുന്നത് എന്തെങ്കിലും തരുമായിരിക്കും, അവനങ്ങനെ മനഃപൂർവ്വം ചതിക്കില്ല, എന്തെങ്കിലും തരുമായിരിക്കും, അവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും, ഉണ്ടാവുന്ന ഒരു ദിവസം തരും, ഇപ്പോഴും വിശ്വാസമാണ്. ഒരിക്കലും അജ്മലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല ഞാനത്. അത് നീ അവനെ ഒന്നെങ്കിലും ഒരു കാലത്ത് മനസ്സിലാവട്ടെ, അജ്മലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല അത്. ഞാൻ എൻ്റെ കൂടെയില്ല ആൾക്കാർക്ക് ഒരു ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ, പിന്നെ നിൻ്റെ ആണ് അവൻ്റെ ആണ്, അവൻ രക്ഷപ്പെടട്ടെ, വാടക വീട് കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ജോലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, കസ്റ്റമറൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാൾ, ഒരു ബിസിനസ് ആസ് എ ബോസായി വരട്ടെ. അതിൻ്റെ കീഴിലാണ് ഞാൻ അന്നൊന്നും പറഞ്ഞത്, നിൻ്റെ കീഴിൽ ഒരു ചെയറിൽ അവരാരെങ്കിലും, ഞാൻ പറഞ്ഞ നിനക്കൊരു ബുദ്ധിമുട്ടാണ്, വേറെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് നന്നായിട്ട്, അവനെ ആരും നിയന്ത്രിക്കാനില്ലാത്ത രീതിയിൽ അവൻ ബിസിനസ് ചെയ്യട്ടെ, എന്നിട്ട് രക്ഷപ്പെടട്ടെ എന്നൊക്കെ വിചാരിച്ച് നിനക്ക് ആ ചങ്ങായിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അതിലേക്ക്. എൻ്റെ മറുവശത്ത് ഞാൻ അതിലൂടെ എനിക്കും പ്രോഫിറ്റ് കിട്ടും, ശരിയാണ്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും കൂടെ അത് വേണ്ട. എനിക്ക് അന്നത്തെ കാലത്ത് ആ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു, അതൊക്കെ വേണ്ടാന്ന് വെച്ചത് അവനൊരുത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ. പക്ഷെ അതിലാണ് ഇങ്ങനെ പറ്റിയിരിക്കുന്നത്. ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല, അറിയാൻ എന്താ, അതൊന്നും വലിയ വിഷയമൊന്നുമില്ല, കേസൊന്നുമില്ല. പിന്നെ വേണ്ടടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഒന്നും കാര്യമില്ല. എന്തെങ്കിലും തിരിച്ചറിവുണ്ടാവും, എന്തെങ്കിലും ഒരു നമുക്ക് ഇപ്പം എത്ര പൈസ, ഇപ്പം നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ചിലപ്പോൾ അവർ തിരിച്ചു ചോദിക്കുമ്പോൾ, നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മൾ ആ നേരിടുന്ന ബുദ്ധിമുട്ട് അവരൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ചിലപ്പോൾ അതിൽ കുറച്ച് നമ്മളെല്ലാം ഇപ്പം ഇല്ലടാ, ഇതെങ്ങനെയാണ് സാഹചര്യം, നീ തെറി പറഞ്ഞുകൊണ്ടോ തല്ലിയുണ്ടോ കാര്യമില്ല, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരുണ്ടാവും, മനസ്സിലാക്കാത്തവരുണ്ടാവും. പക്ഷെ എന്നോട് അത്രയൊന്നും പറയേണ്ട കാര്യമില്ല, അവസ്ഥകൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്ക് തന്നെയല്ല നമ്മൾ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ നല്ലോണം പറഞ്ഞു ഓട്ടെ. ഈ സംഭവമൊക്കെ പലർക്കും ചെറിയ രീതിയിലും വലിയ രീതിയിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി ആരും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വന്ന് വീഴാതിരിക്കുക. വീണൊരുത്തന്റെ ഉപദേശമാണ്, വീണ് കഴിഞ്ഞാൽ നമ്മ ഒറ്റയ്ക്ക് നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും, അല്ലെങ്കിൽ കൂടെ ഒരു പാർട്ട്ണർ അത്യാവശ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ്, അവർക്ക് കൂടെ മാനസികമായിട്ട് വിഷമം കൊടുക്കും. വീട്ടിലാരോട് ഞാൻ പറഞ്ഞിട്ടില്ല, അജ്മീറിന് അറിയാം. അജ്മീറിനോട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതെ അല്ലേ, ഓക്കെ, അങ്ങനെ കേട്ട് അങ്ങനെ വിട്ടല്ല. പിന്നെ അവനും അതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. ഫ്രണ്ട്സും ആരും അധികം ചോദിക്കാറില്ല കേട്ടോ, അടുത്തൊന്നും ആരും ചോദിച്ചില്ല നീ എന്തായി. ഇല്ല, അതെനിക്ക് എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ, എനിക്ക് കൂടെ കിട്ടിയവരെല്ലാം ഒന്നിനൊന്നിന് അങ്ങനെയുള്ള ആൾക്കാരാണ്. ആരും അതിനെ കുറിച്ച് ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചോദിക്കരുത് കേട്ടോ, ആരും ചോദിക്കണ്ട. വീഡിയോ കണ്ടിട്ട് ചോദിക്കണ്ട, നിങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇനിയിപ്പോ അവനെ തേടിപ്പിടിക്കാനോ അവനെ കണ്ടുപിടിക്കാനോ അതിന്റെ പുറകെ പോവാനോ ഒന്നും നിന്നിട്ട് കാര്യമില്ല. നമ്മള് തീയില്ലെങ്കിൽ ചുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആളുകൾ പൈസ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആളുകൾ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം. അതെ, ഇല്ലാത്ത ഒരാളുടെ അടുത്ത് പിടിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ ശരീരത്തിൽ ഒരു അവയവം എടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പിന്നെ അതായത് നമുക്ക് ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. പക്ഷെ ഈ നഷ്ടങ്ങളെ കുറിച്ച് നമുക്കത്ര ഒരു ഇതുണ്ടാവില്ല. അപ്പം അതെല്ലാവർക്കും അറിയാം. നമ്മള് വേറൊരാളെ പറഞ്ഞു ബിസിനസ്സിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 10 രൂപയ്ക്ക് കിട്ടിയ പ്രോഡക്റ്റ് ചിലപ്പോൾ 50 രൂപയ്ക്ക് നമുക്ക് ബിസിനസ് ചെയ്യുമായിരിക്കും. ബിസിനസ്സിന്റെ മൈൻഡ് അങ്ങനെയാണ്, അത് ചെയ്യുന്നവരോട് അതങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക. നേരെ മറിച്ചിട്ട് നമ്മൾ ഒന്നുമില്ലാതെ ഒരുത്തൻ്റെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ പൈസ എടുത്തിട്ട് നമ്മൾ ചിലവാക്കിയിട്ട് അവനെ പറ്റിക്കുന്നത് നല്ല സ്വഭാവമല്ല, നല്ലതല്ല അത്. കാരണം നമ്മളിനി എത്ര ആൾക്കാരുടെ മുമ്പിൽ നിന്നാലും, നമ്മൾ എത്ര ആൾക്ക് വലിയ ആളായിട്ട് തോന്നിയാലും അവൻ്റെ മനസ്സിൽ നമ്മൾ കള്ളനായിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ഇതാക്കരുത്, ജീവിക്കരുത് എന്നൊരു സിസ്റ്റംകാരനാണ് ഞാൻ. ഒരാളുടെ പൈസ കടം മേടിച്ചാണെങ്കിൽ മേടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ തരാൻ പറ്റില്ലെങ്കിൽ ഇപ്പം ഇല്ല എന്ന് പറയാം. ഞാൻ കൊടുക്കാനില്ലേ പൈസ, കടം കൊടുക്കാനുണ്ട്, എനിക്ക് കടം കിട്ടാനുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ കടം ഇങ്ങോട്ട് തരാനില്ലോ എന്നോട് പിടിച്ചിട്ട് ചീത്ത വാക്ക് മോശം വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നെ വിളിച്ചിട്ടും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി പറയാൻ അവസരം ഉണ്ടോ പറയാൻ പറ്റില്ല. ആൾക്കാർ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങൾക്ക് ഇടയിൽ ഞങ്ങൾക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും അതൊന്നും പ്രശ്നമില്ലെന്നേ.
ഇത് എവിടെ നിന്നോ വന്ന നമുക്ക് ഇനിയിപ്പോ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതിന് അതായത് മാനസികമായിട്ട് നമ്മളിത് ബാധിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മൾ തളർന്നു പോയിട്ടൊന്നുമില്ല. തളർന്നിട്ടൊന്നുമില്ല. അങ്ങനെ തളർന്നിരുന്നാല് ആകെ നെഞ്ചുവേദനയായിരിക്കും. എന്തിനാ വെറുതെ അങ്ങനെ ചിന്തിക്കാറില്ല, പോട്ടെ നോക്കും. പക്ഷെ ഇപ്പൊ ചിലപ്പോ ഞാൻ ചിന്തിക്കും ആ എമൗണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നല്ല പ്രശ്നം എന്ത് ഹാപ്പിയായി ഞാൻ ജീവിച്ച നല്ല ഇതില്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പഠിച്ച ഞാൻ എനിക്ക് നഷ്ടമാണ് പൈസയെ കുറിച്ചൊക്കെ ഇക്കാലത്ത് അറിവിക്കാം. ഇത് ക്യാഷ് ആയിട്ട് നമ്മളൊരു ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുത്തതോ അങ്ങനെയല്ല, നമ്മളൊരാളെ ക്യാഷ് ആയിട്ട് കൊണ്ട് ഏൽപ്പിക്കുക. ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുത്ത മീൻസ് അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത് ഒരു ബിസിനസ്സിലേക്ക് പോകുന്നത് 50 ലക്ഷം കടം എടുത്തിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ബിസിനസ് കൂട്ടി അടക്കാതെ വെക്കുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഇതിലേക്ക് അടക്കാം. വീടിന്റെ ആധാരം വെച്ചിട്ട് പൈസ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ വീട് കിട്ടണ്ടേ, ആധാരം എടുക്കണ്ടേ, അടക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു ബിസിനസ് കാണിച്ചൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ബിസിനസ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ബിസിനസ് കാണിച്ചിട്ടുള്ള ലോണാണ് അടക്കാതെങ്കിലും ഇതിന് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മള് വ്യക്തിപരമായിട്ട് മേടിച്ചത്, നമ്മുടെ കയ്യിലുള്ളത്, സ്വർണ്ണമാണെങ്കിൽ സ്വർണം, വാഹനമാണെങ്കിൽ വാഹനം, വിറ്റ പൈസ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എമൗണ്ടുകൾ നമ്മള് ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കില്ല അതൊക്കെ. പോട്ടെ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കിടയിൽ. പിന്നെ ഞങ്ങൾ ആരെയും ഇതുവരെ നിങ്ങൾക്കും അറിയാമല്ലോ, സോഷ്യൽ മീഡിയ വഴി നമ്മളാരെയും കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാറില്ല. ആരെയും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ലൈം ലൈറ്റ് ആയിട്ട് നിൽക്കണം എന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ട് വേറെ എല്ലാ മിക്ക ആൾക്കാരും ചെയ്യുന്ന പോലെ ഇഷ്യൂസുമായിട്ടൊന്നും ഞങ്ങൾ വരാറില്ല. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഇന്നും ഉണ്ട് എന്ന് ഞങ്ങളെ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരോട് എന്താ പറയുക, നല്ല രീതിയിൽ ഇടപെട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓക്കെ, ഒരുപാട് കാര്യങ്ങളായല്ലേ. അപ്പം ബാക്കിയുള്ള കാസർഗോഡ് വിശേഷം, കാസർഗോഡേക്കുള്ള ഒരുമിച്ച് നിർത്താം. എന്താ പോവാത്തത്, എന്തുകൊണ്ടാ പോവാത്തത്, എന്നാ പോകുന്നത്, ഇനി ബാക്കി കുറെ പ്ലാനിങ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അതെന്തായാലും നാളെ ഞങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ട് അറിയേണ്ട ഒരു കമന്റ് ബോക്സിൽ ചെയ്യുക. നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം. കമന്റ് കാണുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ഇത് ശരിക്കും നമുക്ക് ആഗ്രഹം, അതായത് നമുക്ക് ഇവക്ക് ഒരു വയ്യായിക വന്നപ്പോ വിത്തിൻ മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് വന്നോനാ ഞാൻ. ഞങ്ങൾ ഒരേ നാട്ടില് 2 സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഞങ്ങളുടേതായ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് നെവർ മൈൻഡിൽ ചിന്തിച്ചാൽ പോരെ. ഓക്കെ.